The movie. ഹലോ ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാനൊരു വീക്കെൻഡ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ സാറ്റർഡേ മാത്രമേ എടുക്കാനേ പറ്റുള്ളൂ. സൺഡേ എനിക്ക് കുറച്ചൊരു ഒരു ബോഡി ഏക്കൊക്കെ ആയിരുന്നു, അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും വെൽക്കം ടു എ ന്യൂ വീഡിയോ, വെൽക്കം ടു മൈ ചാനൽ. സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അനുബന്ധം മേടിച്ചുകൊണ്ട് വന്നിരുന്നല്ലോ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീയും ക്രിബും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഈ സൈഡിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്നുള്ള രീതിയിൽ വെച്ച് നോക്കാം. ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഫസ്റ്റ് ടൈം ചെയ്യാണ് ഞാൻ. ഇനി ക്രിബും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്തിട്ട് കാണിക്കാം. ക്രിബ് സെറ്റ് ചെയ്യാനായിട്ട് പുൽക്കൂടിൽ വൈക്കോലൊക്കെ ഇടണമല്ലോ, അപ്പോൾ അതില്ലായിരുന്നു. അനുപ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ വൈകിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഫ്രണ്ടിലത്തെ ഹാളും ഡൈനിങ് റൂമും ഒന്ന് വാക്യൂം ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മേടിച്ച വാക്യൂം ക്ലീനർ വെച്ചിട്ടൊന്ന് ഡസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹാൻഡി ആയിട്ടുള്ള നല്ലൊരു മെഷീനാണിത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇങ്ങനത്തെ മെഷീൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. നോയ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നോർമലി ഒരു വാക്യൂം ക്ലീനറിന് നോയ്സ് കാണുമല്ലോ, അങ്ങനത്തെ നോയ്സ് ഉണ്ട്. പക്ഷേ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് നോയ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ സ്വീറ്റ് പൊട്ടറ്റോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാന്താരി മുളക് നിൽക്കുന്നതെല്ലാം ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. കാന്താരി മുളക് വെച്ച് ചമ്മന്തി അരയ്ക്കുമല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം പഴുത്തു പോയി, ഇത്രേ കിട്ടിയുള്ളൂ. ഏത് ഫിലിം? ഞങ്ങൾ അന്ന് പോയ സമയത്ത് അമ്മ വെള്ളനാട്ടില്ലായിരുന്നു, മറ്റേ വേണ്ടത്തായിരുന്നു. മാത്രമല്ല ഞങ്ങൾ 11:45 ഷോയിനാണ് പോയതിന് അമ്മ വരികയില്ല. അപ്പോൾ കുഞ്ഞമ്മയുടെയും ശംഭുവിൻ്റെയും കൂടെയാണ് അമ്മ പോയത്. എനിക്കിതിൽ എത്ര ക്ലിയറായിട്ട് കേൾക്കാം എന്നെനിക്കറിയില്ല. ഈ സൈഡിൽ നിന്ന് അമ്പലത്തിൻ്റെ പാട്ടും കേൾക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്ന് മുസ്ലിം പള്ളിയിൽ നിന്നുള്ള എന്താണ് അതിന് ബാങ്ക് വിളി, അതും കേൾക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു എന്താണ് പറയുക, ആംബിയൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഈ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചത്. വൈകിട്ടായപ്പോൾ അനൂപ് ഇവിടെ അടുത്തൊരു വീട്ടിൽ പോയി, പശുവൊക്കെ ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ അവിടെ പോയി കുറച്ച് വൈക്കോല് കൊണ്ടുവന്നു. അത് വെച്ച് എനിക്ക് അറിയാവുന്നുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് ഒന്നും നോക്കാൻ പോയില്ല, മനസ്സിലൊരു ഊഹം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ക്രിബ് സെറ്റ് ചെയ്തതാണ്. ഈ ലൈറ്റ്സ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അത് പക്ഷെ ഭയങ്കര ലെങ്തിയറായിപ്പോയി. ഇത് ചെറിയ ട്രീ അല്ലേ, അപ്പോൾ അനുപ ആ ലൈറ്റ്സും വേറെ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. ക്രിബ് സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നെഗറ്റീവായാലും പോസിറ്റീവായാലും കുഴപ്പമില്ല, എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ക്രിബെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങളൊന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പുറത്ത് ഇത് കണ്ടത്. ഇത് ഇലക്ഷന് പാർട്ടി ജയിച്ചതിൻ്റെ ആഘോഷത്തിൻ്റെതാണ്. അപ്പോൾ ഇതൊന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമില്ലേ ഇത്? ഞാൻ അന്ന് സ്റ്റൈൽ പ്ലസ് എന്ന് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ്. അത് ഞാൻ വച്ചത് കാണിച്ചു തന്നില്ലായിരുന്നല്ലോ. ഈ ഒരു പ്ലാന്റ് ഇതൊന്ന് നോക്കിക്കോണേ. ഇത് രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇനി 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിക്കോണേ ഈ പ്ലാന്റ്. ഇതിപ്പോൾ 6:15 ആവാറായി.
ആ സമയത്ത് കണ്ടോ. ഇനി രാത്രി 10 മണിയാകുമ്പോൾ കുറച്ചുകൂടെ ക്ലോസ് ആവും. നല്ല രസമുണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സൺഡേ ആണ് ഞങ്ങൾ അമ്മയെ കൊണ്ടാക്കിയത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇത് മണ്ടേലത്തെ ചെറിയ ബിറ്റ്സ് ആൻഡ് പീസസ് ആണ്. ലഞ്ചൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് നേരെ ഞാൻ അനിയമ്മാമൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. വീട്ടിലല്ല, അനിയമ്മാമൻ്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ടല്ലോ പടിപ്പുര, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അവിടുത്തെ ലൈറ്റ് ഇടാൻ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമൻ 2 ദിവസം ട്രിവാൻഡ്രത്താണ്, വെള്ളനാടില്ല. അപ്പോൾ ലൈറ്റ് ഇടാനും, വൈകിട്ട് ലൈറ്റ് ഇടുകയും വേണം, രാവിലെ ഓഫും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ സ്പീഡ് ഒന്ന് കൂടി നടത്തത്തിൻ്റെ. വേഗം ഇടുകയും ചെയ്തു, കാരണം എനിക്ക് പാമ്പിനെ പേടിയാണ്. ഇത് നമ്മുടെ സ്ഥലമാണ്. ഇവിടെ മൊത്തം വാഴയാണ്. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പേ വാഴക്കൃഷി, ഈ ഭാഗത്ത് വാഴക്കൃഷി ചെയ്യണം, ലാഭവും നഷ്ടമൊന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങളിവിടെ വാഴക്കൃഷി ചെയ്തത്. നല്ലോണം വാഴക്കൊല കിട്ടിയിട്ടുമുണ്ട് ഞങ്ങൾക്ക്. ഇതൊക്കെ ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് മേടിച്ച മാവും പ്ലാവും ഒക്കെയാണ്. ഈ ഭാഗത്ത് എത്ര നമ്മൾ പുല്ലെടുത്താലും ഒരു 2 മഴ പെയ്യുമ്പോൾ പിന്നെയും പുല്ല് കിളിർത്ത് വരും. ഇതൊരു മെയ് കഴിഞ്ഞിട്ട് ആക്ച്വലി 3 പ്രാവശ്യം എന്തോ ഇതെടുത്തതാണ്, പുല്ലെടുത്തതാണ്, പിന്നെയും വരും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. Adios.